വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായിട്ട് 30 കൊല്ലം പൂർത്തീകരിച്ച ആളാണ്. അദ്ദേഹം ഒന്നും കാണാതെ ഒന്നും പറയുകയില്ല എന്ന് നമുക്കറിയാം. കുമാരനാശാൻ മുതൽക്ക് അഡ്വക്കേറ്റ് ഗോപിനാഥൻ വരെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിമാരായിരുന്ന ആളുകളും വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ ഗുണപരമായിട്ടൊരു വ്യത്യാസമുണ്ട്. ഈ ആദ്യം പറഞ്ഞ ആളുകളൊക്കെ ഈഴവ ബ്രാഹ്മണരായിരുന്നു. അതായത് ഈഴവ സമുദായത്തിലെ വരേണ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. വെള്ളാപ്പള്ളി നടേശൻ സാധാരണക്കാരുടെ പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് അത്രയും ചന്തവും ചാരുതയും ഒന്നും ഉണ്ടാവില്ല. കാരണം പരുഷമായ സത്യങ്ങളാണ് പുള്ളി ഓരോ സമയത്തും പറയുക. അതിന് മയം ഉണ്ടാവില്ല, നയം ഉണ്ടാവുകയില്ല. അദ്ദേഹം ഓരോ സമയത്ത് നടത്തിയുള്ള പരാമർശങ്ങൾ ഓർത്താൽ നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് അദ്ദേഹം VS അച്യുതാനന്ദനെ വിമർശിച്ചിട്ടുണ്ട്, വെളിയം ഭാർഗവനെ വിമർശിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ഉമ്മൻചാണ്ടിയെ രമേശ് ചെന്നിത്തല ഒരുമിച്ച് വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് VD സതീശനെ, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ബിനോയ് വിശ്വത്ത് വരെ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ നമുക്കറിയാം. അത് മയമില്ലാത്ത സംസാര രീതിയാണ് വെള്ളാപ്പള്ളിയുടേത്. പക്ഷേ അതിലെ സത്യസന്ധത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. രൂക്ഷമായ പരാമർശങ്ങൾക്ക് പുറകിൽ വളരെ സത്യസന്ധവും സ്വതന്ത്രവുമായൊരു നിരീക്ഷണം അവിടെ ഉണ്ടാകും. ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടി നിസ്സഹായമാണ്, ലീഗാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിലെ വലിയ സത്യമുണ്ട്. അത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. വെള്ളാപ്പള്ളി പറഞ്ഞതാണ്, ഞാൻ വെള്ളാപ്പള്ളിയുടെ വക്കാലത്ത് പിടിച്ച് പറയാതെ ആയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതാണ്, UDF ഭരണകാലത്ത്, ഇപ്പോഴല്ല, UDF ഭരണകാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാരിക്കോരി അനുവദിച്ചപ്പോൾ ഈഴവരാതി പിന്നാക്ക സമുദായക്കാർ ഭയാനകമായിട്ട് തടയപ്പെട്ടു. ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ ഒരു സ്കൂളോ കോളേജോ തുടങ്ങാനായിട്ട് ഇതുവരെ അനുവാദം കിട്ടിയില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ലേഖൻ ഒരു കുസൃതിക്കാരനാണ്, അല്ലെങ്കിൽ ഒരു കുബുദ്ധിയാണെന്ന് വെച്ചോളൂ. അയാൾ ചോദിച്ച ചോദ്യം എന്താണ്, ഈ സർക്കാർ ഇപ്പോൾ 10 കൊല്ലമായിട്ടിൽ ഭരിക്കുന്നു, 9.25 കൊല്ലം, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല, സത്യമാണ്. അതിൻ്റെ കാരണം എന്താണ്? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഒറ്റ കേൾവിൽ ഈ ചോദ്യവും ഈ ഉത്തരവും കേൾക്കുമ്പോൾ നമ്മൾ കൈയടിക്കും, ഇല്ലേ? പക്ഷേ അതിൽ വലിയൊരു പ്രശ്നമുണ്ട്. ഈ സർക്കാർ വന്ന പിന്നെ ജാതിയുടെയോ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയിട്ട് ഒന്നിൻ്റെ അടിസ്ഥാനത്തിലും ഒരു വിദ്യാലയവും തുടങ്ങിയിട്ടില്ല. മനസ്സിലായില്ലേ? ശരിയാണ്. വെള്ളാപ്പള്ളി പറഞ്ഞത് എയ്ഡഡ് സ്കൂളിൻ്റെ കാര്യമുണ്ട്. എയ്ഡഡ് സ്കൂളിന് അനുവാദം കൊടുത്തിട്ടില്ല, എയ്ഡഡ് കോളേജിന് അനുവാദം കൊടുത്തിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല. നായർക്കും കൊടുത്തിട്ടില്ല, നമ്പൂരിക്കും കൊടുത്തിട്ടില്ല, ക്രിസ്ത്യാനിക്കും കൊടുത്തിട്ടില്ല, മുസ്ലിമിനും കൊടുത്തിട്ടില്ല, ഈഴവനും കൊടുത്തിട്ടില്ല. ശരിയല്ലേ? കൊടുത്തത് എപ്പോഴാണ്? കൊടുത്തത് ഈ UDFൻ്റെ ഭരണകാലത്താണ്. UDFൻ്റെ ഭരണകാലത്ത് ചില സമുദായങ്ങൾക്ക് വാരിക്കോരി കിട്ടിയപ്പോൾ ഈഴവർക്ക് കിട്ടിയില്ല. ഇതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. പക്ഷേ അതിന് ഏത് രീതിയിൽ വക്രീകരിച്ചു? വെള്ളാപ്പള്ളി നടേശൻ ജാതി പറയുന്നു, വർഗീയത പറയുന്നു, ശ്രീനാരായണ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. കേട്ടിക്കാൻ തോന്നുന്നു ബാക്കി എല്ലാ സമുദായക്കാരും ശ്രീനാരായണ ധർമ്മത്തിൽ ഉറച്ചു പിടിച്ച് നിന്നിട്ട് മുമ്പോട്ട് കൊടുക്കും. അങ്ങനെയല്ല, പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് ആടിനെ പട്ടിയാക്കിയ പട്ടിയെ പേപ്പട്ടിയാക്കുകയും ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരു വർഗീയവാദിയേ ഉള്ളൂ. അതാരറിയാമോ? ആ ഒരേ ഒരു വർഗീയവാദിയുടെ പേര് വെള്ളാപ്പള്ളി നടേശനാണ്. ഇതാണ് അവിടെ സംഭവിച്ചത്. ഞാൻ ഈ മാത്രമല്ല, ഒരു പത്രസമ്മേളനത്തിലൊക്കെ പുലർത്തേണ്ട ഒരു മിനിമം മര്യാദയില്ലേ? 89 വയസ്സുള്ള ഒരു മനുഷ്യനാണ്, 30 കൊല്ലമായിട്ടൊരു സമുദായ സംഘടനയുടെ നായക സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കണ്ടേ? അതും വേണ്ട. ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴത്തേക്ക് വേണ്ട അടുത്ത ചോദ്യം ചോദിക്കാനായിട്ട്. ഇത് കിഴക്കുനിന്ന് ഒരാൾ ചോദിക്കും, പടിഞ്ഞാറുനിന്ന് വേറൊരാൾ ചോദിക്കും. ഒരാളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് തീരുമ്പോഴത്തേക്കും അടുത്ത ആൾ വേറൊരു ചോദ്യം ചോദിക്കും. ഇവരൊക്കെ പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിന് പോയി എങ്ങനെയാണ് പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടോ? പഞ്ചമുച്ച മടക്കി ഈ രണ്ടാം മുണ്ട് അരയിൽ കെട്ടി വാക്കയ്യും പൊത്തി നിന്നിട്ടാണ് ചോദ്യം ചോദിക്കുക. മുഖ്യന് രുചികരമായിട്ടുള്ള ഒരൊറ്റ ചോദ്യം ഒരുത്തരും ചോദിക്കില്ല, മുട്ടുകാലിടിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ വായിന്ന് പറഞ്ഞ വർത്താനം അതുപോലത്തെ ആയിരിക്കും. മനസ്സിലായോ? ഇതാണ് ഇത് വെള്ളാപ്പള്ളി നടേശനാവുമ്പോൾ ഉള്ള കുഴപ്പം. ഇതാണ് ഈ പഴയ ഒരു ഉപമ തോപ്പിൽ വാസി പറഞ്ഞത് നമ്മൾ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ, അമ്പലപ്പറമ്പിൽ കെട്ടിയ ആനയെ അങ്ങാടി പിള്ളേർ കല്ല് വിളിച്ചെറിയുന്ന പോലെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പത്രസമ്മേളനം കണ്ടിട്ട് എനിക്ക് തോന്നിയത്. 89 വയസ്സായ ആളെന്നുള്ളൊരു പരിഗണനയിൽ കൊടുക്കണ്ടേ? സമുദായ സംഘടനയുടെ മേൽസ്ഥാനികൻ എന്നത് വേണ്ട. ആ ഒരു പരിഗണന പോലും ഇല്ലാതെയാണ് ഈ ചില മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ച് ഈ ഒരു പ്രത്യേക ചാനലിൻ്റെ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വർഗീയവാദിയാക്കുകയോ മതേതരവാദിയാക്കുകയോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യും? അതൊക്കെ വേറെ കാര്യം. അതൊക്കെ നമ്മുടെ ഒരു വീക്ഷണത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും മെറിറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നതിന് പകരം വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി, കേരളത്തിൽ ഏറ്റവും കൊളരാത്തവൻ, വെറുക്കപ്പെട്ടവൻ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കാം, അല്ലെങ്കിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കാം. ഒരു കുഴപ്പമില്ല, സ്ഥാപിക്കട്ടെ.
അതിന് പകരം അവരെന്താ പറയുന്നത്, വെള്ളാപ്പള്ളി നടേശനെ കാണുന്നിടത്ത് വെച്ച് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് ക്യാഷ് അവാർഡ് പ്രഖ്യാപിക്കുന്നു. ആര്? പോപ്പുലർ ഫ്രണ്ടുകാരല്ല, അതെ, ജമാഅത്ത് ഇസ്ലാമിക്കാരുമല്ല, മുസ്ലിം ലീഗുകാരുമല്ല. മുസ്ലിം ലീഗുകാരൊക്കെ കുറച്ചുകൂടി മര്യാദയും വിനയമുള്ളവരാണ് കേട്ടോ, അവരങ്ങോട്ടും ചെയ്യില്ല. ഇത് പറയുന്നത് മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്, മനസ്സിലായോ? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എന്ത് നടപടിയെടുത്തു? ഇവിടെ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരനായ നിയമപണ്ഡിതനായ ഒരു KPCC പ്രസിഡന്റ് ഉണ്ടല്ലോ, ഇയാളുടെ പേരിൽ എന്ത് നടപടിയെടുത്തു? ഒരു നടപടി എടുത്തില്ല, നടപടി എടുക്കുകയുമില്ല. എന്നിട്ട് ഇവർ പറയുന്നതാ മറ്റേത് വർഗീയവാദി, നമ്മുടെ ആൾ മതേതരവാദി. ഇതാണ് ഇവിടെ നടക്കുന്ന പരിപാടി.